നവകേരളം എന്നത് ഒരു സങ്കല്പമല്ല, യാഥാർത്ഥ്യമാക്കാനാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് നവകേരളം? നമ്മുടെ ലോകത്ത് വികസിത രാഷ്ട്രങ്ങളുണ്ട്. ആ വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവരുമാന രാജ്യങ്ങളിലെ ജീവിത നിലവാര തോതിലേക്ക് നമ്മുടെ നാടിന്റെ ജീവിത നിലവാര തോത് ഉയർത്തുക എന്നുള്ളതാണ്. നമ്മുടെ മുന്നിൽ അസാധ്യം എന്നേ ഒന്നില്ല. അസാധ്യം എന്ന് കരുതുന്ന ഏതും സാധ്യമാക്കാനാണ് നാം ശ്രമിച്ചിട്ടുള്ളത്. അതിന് നാടിന്റെയും ജനങ്ങളുടെയും ഒരുമയും ഐക്യവുമാണ് ആവശ്യം. കരുത്തുറ്റ സംഘടനാശേഷി, മികച്ച ഭരണാധികാരി എന്ന നിലയിലുള്ള കാര്യപ്രാപ്തി എന്നിവയെല്ലാം ഒന്നിച്ചു ചേർന്ന വ്യക്തിത്വത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് കുവൈറ്റ് പ്രവാസി മണ്ണിലേക്ക് സ്വാഗതം. അദ്ദേഹം വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് ഉൽപാദന വിതരണ രംഗങ്ങളിൽ സംസ്ഥാനം സമാനതകളില്ലാത്ത നേട്ടം കൈവരിച്ചത്. 2018 മഹാപ്രളയത്തിലും പിന്നീട് ലോകത്തെ വിറപ്പിച്ച മഹാമാരിക്കാലത്തും അസാധ്യമെന്ന് തോന്നിയ നിമിഷങ്ങളിലൊക്കെയും കേരളം ഭയത്തിന്റെ മൂടൽമഞ്ഞ് വകഞ്ഞുമാറ്റി മുന്നോട്ടു നടന്നു. ദുരിതങ്ങളുടെ പരമ്പരക്കാലത്ത് കേരളത്തിന്റെ ക്യാപ്റ്റനായി മുന്നിൽ നിന്നും നയിച്ചു. പ്രവാസികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ലോക കേരള സഭ എന്ന മഹത്തായ ആശയം നടപ്പാക്കിയും നിരവധിയായ പ്രവാസി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചും പ്രതിസന്ധികളുടെ പേമാരികളിലും പിണറായി വിജയനിലെ ഭരണാധികാരി തെളിച്ച വഴി ലോകത്തിനിന്നും പാഠപുസ്തകമാണ്. ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന ഖ്യാതിയും കേരളത്തിന് സ്വന്തം. മതനിരപേക്ഷ ജനാധിപത്യ ഐക്യത്തിന് പിണറായി വിജയൻ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ അത് ജനാധിപത്യവാദികൾക്ക് കൂടുതൽ ആഹ്ലാദവും ആവേശവും പകരും. ഒരു ജനതയുടെ സ്വാതന്ത്ര്യത്തിന്റെ സ്വപ്നത്തിനു വേണ്ടി, പാവങ്ങളുടെ അന്നത്തിനു വേണ്ടി, ഒരു നാടിന്റെയാകെ വികസനത്തിന്റെ ആധാരശിലകൾക്ക് വേണ്ടി കേരളത്തിന്റെ കിനാവുകൾ ഒന്നൊന്നായി നെയ്തെടുത്ത് ഇന്ന് ആ നാടിന്റെ നെടുനായകത്വം വഹിക്കുന്ന, വീണ്ടും ഒരു തുടർ ഭരണത്തിന് കേരളത്തെ നയിക്കാൻ നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന ഉജ്ജ്വല ഭരണത്തിന്റെ നായകൻ, ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഏറെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കനലരിയും സമരപഥങ്ങൾ കയറി ഒരാൾ ഇന്നു വരുന്നേ, കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. കടമകളെ കരളു തുടിപ്പിൻ തുണി കൊട്ടി ഉണർത്തി വിടർത്തി, കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. എരിയുള്ളൊരു നേതാവുണ്ടേ, കനിവുള്ളൊരു കരളതുമുണ്ടേ, കടലകലൻ കരളു കൊടുത്തേ വെയിലിൻ കൊള്ളി. മലയാള വിഷനും ലോക കേരള സഭയും ചേർന്നൊരുക്കുന്ന ഈ പൊതുസമ്മേളന വേദിയിലേക്ക് ആദരണീയനായ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ സ്നേഹബഹുമാനങ്ങളോടെ സ്വാഗതം ചെയ്യാം. ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ അമീർ അഹമ്മദിനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. 28 വർഷമാണ് ഞങ്ങൾ കാത്തു നിന്നത്. 28 വർഷത്തിന്റെ ശേഷം ഇന്ന് ആ സ്വർണം മുഹൂർത്തം വന്നു. വീണ്ടും ഒരു ചീഫ് മിനിസ്റ്റർ, വീണ്ടും കേരളത്തിലൊരു ചീഫ് മിനിസ്റ്റർ ഇവിടെ കുവൈറ്റിൽ വന്നു, നമ്മളിവിടെ അനുഗ്രഹിച്ചു. സാർ, നിങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാവരും ബിഹാഫില് സ്വാഗതം. ജനകീയ നേതാവ്, നവകേരള ശില്പി, ആർക്കിടെക്ട് ഓഫ് മോഡേൺ കേരള ആയിട്ട് വിശേഷിപ്പിക്കുന്ന നമ്മൾ ഈ ചീഫ് മിനിസ്റ്റർ കഴിഞ്ഞ 10 വർഷം ചെയ്തിരിക്കുന്ന ഇവരെ ഗവൺമെന്റ് ലോട്ട് ഓഫ് പ്രോഗ്രസ്. റോഡ്സ് ആയിക്കോട്ടെ, പോർട്സ് ആയിക്കോട്ടെ, എയർപോർട്ട് ആയിക്കോട്ടെ, അങ്ങനെ പല പല പ്രൊജക്റ്റും നടപ്പിലാക്കി. അതിന് മെയിൻ കാരണം എന്താന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ സാർ തന്നെ ഒരു അൺഡിസ്പ്യൂട്ടഡ് ലീഡറാണ്, സ്ട്രോങ് ലീഡർ. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ പിന്നോട്ട് പോവില്ല, ആ തീരുമാനം നടപ്പിലാക്കും. അതും പറഞ്ഞ സമയത്ത് മൂപ്പർ നടപ്പിലാക്കും. വി ആർ ബ്ലെസ്ഡ് ടു ഹാവ് ഹിയർ വിത്ത് us, സർ. ബീങ് എ ഡോക്ടർ, ഞാൻ ഓർക്കുന്നത് കോവിഡ് കാലാണ്. കോവിഡ് കാലത്ത് മൂപ്പര് മാനേജ്മെന്റ്, പിണറായി സർക്കാരിന്റെ മാനേജ്മെന്റ്, അതാണ് സാറിന്റെ ലെഗസി. സാറിന് എന്നും ഞങ്ങൾ ഓർക്കുക അതോടാണ്. ഡെയിലി ടെലിവിഷനിൽ വരും, ഡെയിലി ട്രാൻസ്പെറന്റ് ആയ രീതിയിൽ സംഗതികളൊക്കെ അവതരിപ്പിക്കും. നമ്മളെ നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം, നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യം, that was too much. Sir, we are grateful for you that.
പിന്നെ കേരള ഗവൺമെന്റ്, കേരള സ്റ്റേറ്റ് ഡ്യൂറിങ് കോവിഡ് അതൊരു റോൾ മോഡലായിരുന്നു. ഹൗ ടു മാനേജ് കോവിഡ്. കോവിഡ് വലിയൊരു പ്രയാസമായിരുന്നു. ഈവൻ ദ മെഡിക്കൽ ഫീൽഡിലെ ആൾക്കാർക്ക് അറിയില്ലായിരുന്നു എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാലത്ത് ഏറ്റവും മിനിമൽ മോർട്ടാലിറ്റി ആൻഡ് മോർബിഡിറ്റി ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരള. പിന്നെ ആ ഒരു കാലത്ത് നമുക്കൊരു സെക്കൻഡ് വേവ് ഓഫ് കോവിഡ് വന്നേരം മെഡിക്കൽ ഓക്സിജന്റെ ആവശ്യം ഉണ്ടായിരുന്നു. പല സംസ്ഥാനങ്ങളിൽ ഈ മെഡിക്കൽ ഓക്സിജന്റെ സ്റ്റോക്ക് കുറവായ സമയത്ത് കേരളത്തിൽ അങ്ങനൊന്നും അനുഭവിച്ചിട്ടില്ല നമ്മൾ. ബിക്കോസ് കേരളത്തെ ചീഫ് മിനിസ്റ്റർ പല രാജ്യങ്ങളോടും ചോദിച്ച് എങ്ങനെയോ ഈ പറഞ്ഞ മെഡിക്കൽ ഓക്സിജൻ സപ്ലൈ കേരളത്തിൽ എത്തിച്ചു. കുവൈറ്റ് ഓൾസോ ത്രൂ ദ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഗ്രൂപ്പ് ഞങ്ങൾക്ക് കേരളയിൽ ഓക്സിജൻ സിലിണ്ടർ കൊടുക്കാൻ പറ്റി. ഞങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് ചീഫ് മിനിസ്റ്ററിന്റെ സ്പീച്ച് കേൾക്കാനാണ്. അതുകൊണ്ട് കൂടുതൽ ഇനി ഞാൻ ഒന്നും പറയാതെ മേ ഗോഡ് ഓൾമൈറ്റി ബ്ലെസ് അവർ ഡിയർ ചീഫ് മിനിസ്റ്റർ വിത്ത് ഗുഡ് ഹെൽത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കും. അസ്സലാമു അലൈക്കും. ഈ ജനസഞ്ചയത്തെ അഭിസംബോധന ചെയ്യുവാൻ നമ്മുടെ ആരാധ്യനായ മുഖ്യമന്ത്രി, നമ്മുടെ വികസന നായകൻ ശ്രീ പിണറായി വിജയനെ എല്ലാവരുടെയും അനുമതിയോടെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇപ്പോ നാം കാണുന്ന കേരളമോ അല്ലെങ്കിൽ കേരള മോഡൽ എന്ന വിശേഷണം നേടിയെടുത്ത കാലത്തുള്ള കേരളമോ ആയിരുന്നില്ല നേരത്തെ നമ്മുടെ നാട്. പലതരത്തിലുള്ള ഉച്ചനീചത്വങ്ങൾ പലതും നിഷേധിക്കപ്പെട്ടവർ നവംബർ 1 പരസ്യമായത് പ്രഖ്യാപിക്കുകയും ചെയ്തു കേരള അസംബ്ലി. ഇത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. രാജ്യത്ത് അതിദാരിദ്ര്യമുക്തമായ ഏക സംസ്ഥാനം എന്നതല്ല പ്രത്യേകത. ആ പ്രത്യേകത പല കാര്യങ്ങളിൽ നേടിയവരാണ് കേരളം. നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ലോകത്ത് അതിദാരിദ്ര്യമുക്തമായ പ്രദേശങ്ങൾ വളരെ ചുരുക്കമാണ്. ആ ലോക പട്ടികയിൽ കേരളം അപൂർവ സ്ഥാനത്തേക്ക് ഉയരുകയാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഏതൊരു മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം, എന്റെ നാട് അതിദാരിദ്ര്യം മുക്തമാക്കിയ നാട് എന്ന അഭിമാനം ഏത് മലയാളിക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംശയമില്ല. ഇത് നേടാൻ നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഭരണ സംവിധാനത്തിന് മാത്രമേ കഴിയൂ. അത് വേണ്ടുവോളം ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ വീണ്ടും പറയട്ടെ, ഒരു സംശയവുമില്ലാതെ തുടർ ഭരണത്തിന്റെ ഭാഗമായാണ് നമുക്ക് ഈ നേട്ടം നേടാൻ ആയത്. ഇപ്പോ നമ്മുടെ കേരളം നേരത്തെ വ്യവസായങ്ങൾ തുടങ്ങാൻ അത്രയധികം പറ്റിയ നാടല്ല എന്നൊരു പൊതുചിത്രം നിലനിന്ന നാടായിരുന്നു. ചിത്രം മാറിയിട്ടുണ്ട്. എങ്ങനെയാ മാറ്റം വന്നത്? ആ മാറ്റം കേരളം നിക്ഷേപത്തിന് പറ്റിയൊരു നാടാണ്. അതിൽ ഫിഷറീസുമായി രംഗപ്പെട്ട പദ്ധതിയുണ്ട്. ഇന്നത്തെ കാലത്ത് ഡാറ്റാ സെന്ററിന് വലിയ പ്രസക്തിയാണ്. അതുമായി ബന്ധപ്പെട്ട വാഗ്ദത്തമുണ്ട്. ഞാൻ ആ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളടക്കം വാഗ്ദത്തമായി ലഭിച്ചിരിക്കുകയാണ്. എന്താണ് അതിന് കാരണം? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങളിലൂടെയാണ് കേരളത്തെ അവർ കാണുന്നത്. നിങ്ങളിവിടെ പ്രകടിപ്പിക്കുന്ന കാര്യശേഷിയും കാര്യക്ഷമതയും വിശ്വസ്തതയും ചെയ്യുന്ന ജോലിയോടുള്ള അർപ്പണബോധവും എല്ലാം നമ്മുടെ നാടിനെ അവർ ഹൃദയത്തിലേറ്റാൻ ഇടയാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു നിലപാട് ആ നാടിനോട് സ്വീകരിക്കാൻ അവർ തയ്യാറാകുന്നു. വരും എന്ന് പറഞ്ഞിരിക്കുകയാണ്.
അതിന്റെ ഉത്തരവാദിത്വം ബഹുമാനായ യൂസഫ് അലിയെ കൂടി അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കാരണം അവർ തമ്മിലുള്ള ബന്ധം വെച്ച്. അപ്പൊ ഒരു യഥാർത്ഥമായ കാര്യമല്ല എന്നർത്ഥം. എന്നാൽ ഇവിടെ കാണേണ്ട വേറൊരു കാര്യം, കേരളത്തിന് ചിത്രം മാറിയിട്ടുണ്ട്. എങ്ങനെയാ മാറ്റം വന്നത്? ആ മാറ്റം കേരളം നിക്ഷേപത്തിന് പറ്റിയൊരു നാടാണ് എന്ന് നിലവന്നു. നിക്ഷേപ സൗഹൃദമായിരുന്നില്ല ഒരു കാലത്ത് നമ്മുടെ നാട്. ഇപ്പോ നിക്ഷേപ സൗഹൃദമാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇന്ത്യയിൽ 1-ാം സ്ഥാനം കേരളത്തിനാണ് ലഭിച്ചത്. സ്വപ്നം കാണാൻ കഴിയുമായിരുന്നോ? 2016 ഞങ്ങള് അധികാരത്തിൽ വന്നപ്പോ നമ്മുടെ റാങ്ക് വളരെ പുറകിൽ. ഒരു തരത്തിലും ആലോചിക്കാൻ പറ്റില്ല. ആലോചിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അതേ വഴിക്ക് വിടാനല്ലാരോ ഗവൺമെന്റ്. എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ? നമുക്ക് ഒരു നാടെന്ന നിലക്ക് നമ്മുടെ നാടിനെ നിക്ഷേപ സൗഹൃദമാക്കാൻ തടസ്സങ്ങൾ എന്താണ്, അത് പരിഹരിക്കാൻ എന്ത് ചെയ്യണം, അതിലേക്ക് കടക്കണം എന്നാ സർക്കാർ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി ബന്ധപ്പെട്ടവരെല്ലാം വിളിച്ചുകൂട്ടി. വിവിധ തലങ്ങളിൽ വ്യവസായികളുണ്ട്, ഉന്നതരായവരടക്കമുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, പ്രത്യേകമായി വിളിക്കേണ്ട സംഘടനാ ചുമതലയുള്ളവരുണ്ട്. എല്ലാവരെയും വിളിച്ചു, ഓരോരുത്തരെയും വിളിച്ച് ചർച്ച ചെയ്യും. അപ്പോ നിയമങ്ങൾ മാറണമായിരുന്നു, ചട്ടങ്ങൾ മാറ്റേണ്ടതുണ്ടായിരുന്നു. നിയമങ്ങളും ചട്ടങ്ങളും മാറ്റി. നമ്മുടെ നാടിന്റെ ഒരു മാനസിക ഘടനയിലും മാറ്റം വരണമായിരുന്നു. അതിനുള്ള ഇടപെടലും നടന്നു. പൊതുവെ നിക്ഷേപത്തെ സ്വാഗതം ചെയ്യുന്ന നിലയിലേക്ക് എത്തി. മാത്രമല്ല, പല തലങ്ങളിൽ അനാവശ്യമായ തടസ്സങ്ങൾ ഉണ്ടാകുമായിരുന്നു. ആ തടസ്സങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി കൃത്യമായ പിൻബലത്തോടെ അപേക്ഷ നൽകിയാൽ നിശ്ചിത സമയത്തിനുള്ളിൽ അനുമതി നൽകിയിരിക്കണം. അനുമതി നൽകിയില്ലെങ്കിൽ അനുമതി ലഭിച്ചതായി കണക്കാക്കി അവർക്ക് പദ്ധതി തുടങ്ങാം എന്ന് നിയമപ്രകാരം വ്യവസ്ഥ ചെയ്തു. അപ്പോഴേക്ക് 2021 2021 തുടർഭരണം സമ്മാനിച്ചപ്പോ അതേ വഴിക്ക് കാര്യങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി. കൂടുതൽ നല്ല രീതിയിൽ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെയാണ് നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും നല്ല നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന പദവി ലഭിച്ചത്. കൊച്ചിയില് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടത്തി. 2 ലക്ഷം കോടി രൂപയോളമാണ് നിക്ഷേപ വാഗ്ദാനം ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ സംരംഭങ്ങള്, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനൊരു പദ്ധതി 1 ലക്ഷം സംരംഭങ്ങളാണ് തുടക്കം കുറിച്ചത്. അതിനാണ് ലക്ഷ്യമിട്ടത്. 3.5 ലക്ഷം പൂർത്തിയായി കഴിഞ്ഞു. ഇതെല്ലാമാണ് മാറ്റങ്ങൾ. എങ്ങനെയാണ് ആ മാറ്റം വന്നത്? ഒരു സംശയവും വേണ്ട, അത് തുടർഭരണത്തിന്റെ പ്രത്യേകതയാണ്. തുടർഭരണത്തിന്റെ ഭാഗമായാണ് ഈ പറയുന്ന മാറ്റമുണ്ടാക്കാൻ കഴിയുന്നത്. ആരോഗ്യരംഗം വല്ലാതെ പുറകിൽ പോയിരുന്നു. 2016 ആർദ്രം മിഷൻ നടപ്പാക്കി. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി. നമ്മുടെ താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ വന്നു. മെഡിക്കൽ കോളേജുകൾക്ക് പ്രത്യേക മാസ്റ്റർ പ്ലാൻ. ഇവിടെ പറഞ്ഞു കോവിഡിനെ കുറിച്ച്. ദീർഘമായി അതിലേക്കൊന്നും പോകുന്നില്ല. കോവിഡിന് മുന്നിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പൽ സമൃദ്ധ രാഷ്ട്രം വരെ മുട്ടുകുത്തി. പക്ഷെ നമുക്ക് മുട്ടുകുത്തേണ്ടി വന്നില്ല. കോവിഡിന്റെ മൂർധന്യ ദശയിലും കേരളം ഒരുക്കിയ ആരോഗ്യരംഗത്തെ സൗകര്യങ്ങൾ മികച്ചു നിന്നു.
അപ്പോഴും നമ്മുടെ ആശുപത്രികളിൽ ബെഡുകൾ ഒഴിവ്, ഓക്സിജൻ ബെഡ് ഒഴിവ്, ICU ബെഡുകൾ ഒഴിവ്, എന്തിനധികം പറയുന്നു, വെന്റിലേറ്ററുകൾ വരെ ഒഴിവ്. ഇത് കോവിഡ് കണ്ടുകൊണ്ട് നാം ഒരുക്കിയതല്ല. ആർദ്രം മിഷന്റെ ഭാഗമായി പൊതുവെ ആരോഗ്യരംഗത്ത് വന്ന മാറ്റത്തിന്റെ ഭാഗമാണത്. ഇതാണ് രാജ്യവും ലോകവും നമ്മെ അത്ഭുതത്തോടെ നോക്കുന്നതിനിടയാക്കിയത്. ഈ കൊച്ചുനാടിന് എങ്ങനെ ഇത് സാധിച്ചു എന്നാണ് അവരെ അത്ഭുതപ്പെടുത്തിയത്. വേറൊരു കണക്ക്, നമ്മുടെ ലോകത്ത് നവജാത ശിശുക്കളുടെ മരണം, എല്ലാ കാര്യങ്ങളും അമേരിക്കയാണല്ലോ വലിയ തോതിൽ കണക്കുകൂട്ടുക. അമേരിക്കയിലെ നവജാത ശിശു മരണനിരക്ക് 5.6, കേരളത്തിൻ്റെതോ 5 എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ നവജാത ശിശു മരണ നിരക്കിനേക്കാളും കുറഞ്ഞ നിരക്ക് കേരളത്തിൽ നാം നേടിയിരിക്കുന്നു. ഇതെല്ലാം തുടർഭരണത്തിന്റെ പ്രത്യേകതയാണ് എന്ന് നാം കാണണം. ഈ മാറ്റം, പൊതുവിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റം എല്ലാവർക്കും അറിയാം. ഉന്നത വിദ്യാഭ്യാസ രംഗം, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കേരളത്തിൽ നല്ല പുരോഗതി ഉണ്ടാക്കണമെന്നാണ് നാം തീരുമാനിച്ചത്. കേരളം ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുക. നല്ല മാറ്റം ഉണ്ടായിരിക്കുന്നു. ആ മാറ്റത്തിന്റെ പ്രതിഫലനം കാണാനുണ്ട്. നമ്മുടെ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്താൽ നേരത്തെ ആദ്യത്തെ 100-ൽ നമ്മളെവിടെയും ഉണ്ടായിരുന്നില്ല. കൃത്യമായ ഇടപെടൽ. ഇപ്പോ കേരളത്തിലെ 2 യൂണിവേഴ്സിറ്റികൾ A++ ഗ്രേഡിംഗ് എടുത്താൽ രാജ്യത്തെ 12 യൂണിവേഴ്സിറ്റികളിൽ 3 എണ്ണം കേരളത്തിലേത്. 9, 10, 11 കേരള, കൊച്ചിൻ, ഗാന്ധി. 50 യൂണിവേഴ്സിറ്റി എടുത്താൽ ഒന്നുകൂടി വരും. 43-ാം സ്ഥാനത്ത് കാലിക്കറ്റ് ഉണ്ട്. മൊത്തം കോളേജുകൾ 100 എണ്ണം എടുത്താൽ, മികവുറ്റ കോളേജ് 100 എടുത്താൽ 16 എണ്ണം കേരളത്തിലേത്. മാറ്റമല്ലേ ഇത്? ഇത്തവണ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു, വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് പഠിക്കാൻ വേണ്ടി അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കൂടിയിരിക്കുന്നു. കാരണം പുതിയ കോഴ്സുകൾ, വലിയ മാറ്റം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, അതിനാവശ്യമായ ഇടപെടൽ. ഒരു ഭാഗത്ത് കിഫ്ബിയുടെ പണം, വേറൊരു ഭാഗത്ത് സർക്കാർ കൊടുക്കുന്ന പണം, എല്ലാം കൂടി ഉന്നത വിദ്യാഭ്യാസത്തെ വലിയ മികവിലേക്ക് നാം ഉയർത്തുന്നു. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കേരളത്തിൽ വലിയ തോതിലാണ് ഉണ്ടായിട്ടുള്ളത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം തുടർ ഭരണത്തിന്റെ പ്രത്യേകതയായി വന്നതാണ് എന്നത് നമുക്ക് കാണാൻ സാധിക്കണം. ഇപ്പോ ആരോഗ്യരംഗത്തെ കുറിച്ച് പറയുമ്പോൾ നാം ചില വസ്തുതകൾ കാണണം. 2016-ൽ ബജറ്റില് ആരോഗ്യ മേഖലയ്ക്ക് ചെലവഴിച്ചിരുന്നത് 665 കോടിയാണ്. ഇപ്പൊ എത്രയാണെന്നറിയോ? 3000 കോടി. ഇതാണ് മാറ്റത്തിന്റെ അടിസ്ഥാനം. അതേപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്താൻ 5000 കോടിയോളം രൂപയാണ് ചെലവഴിച്ചത്. 5 ലക്ഷം കുട്ടികൾ ഒഴിഞ്ഞുപോയ സ്ഥാനത്താണ് 10 ലക്ഷം കുട്ടികൾ തിരിച്ചു വരുന്ന നിലയുണ്ടായിട്ടുള്ളത്. ഇപ്പോ ആരോഗ്യരംഗത്തെ നേട്ടം പറയുമ്പോൾ വേറൊരു കാര്യം കൂടി നമ്മൾ കാണണം. നമ്മുടെ ആയുർദൈർഘ്യം. കേരളത്തിലെ ശരാശരി ജനങ്ങളുടെ ആയുർദൈർഘ്യം കൂടുതലാണ്.
നമുക്കറിയാം, എല്ലാ കിടപ്പ് രോഗികൾക്കും നല്ല രീതിയിലുള്ള സാന്ത്വന പരിചരണമാണ് ഉറപ്പുവരുത്തുന്നത്. നമ്മുടെ ചില ഇടപെടലുകൾ രാജ്യവും ലോകവും ശ്രദ്ധിക്കുകയാണ്. ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച ഒരു നാടാണ് നമ്മുടേത്. കെ ഫോൺ എല്ലാ വീട്ടിലും ഗവൺമെന്റ് ഓഫീസിലും നല്ല ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ഒരുക്കുകയാണ്. നമ്മുടെ കൊച്ചിയിൽ നമ്മൾ ഒരുക്കിയ വാട്ടർ മെട്രോ അത് രാജ്യത്ത് പലരും പകർത്താൻ വരികയാണ്. ലോകത്ത് പല രാജ്യങ്ങളും അവരുമായി വന്ന് ചർച്ച നടത്തുകയാണ് അവരുടെ രാജ്യത്ത് തുടങ്ങാൻ വേണ്ടി. ആ തരത്തിലുള്ള മാതൃകയാണ് നമുക്ക് സൃഷ്ടിക്കാനായിട്ടുള്ളത്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മുടെ കേരളത്തിലാണ്. ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിലാണ്. ആ സയൻസ് പാർക്കിന് പുറമെ 600 കോടി രൂപ ചെലവഴിച്ച് 3 സയൻസ് പാർക്കുകൾ വേറെയും വരികയാണ്. IT രംഗത്ത് വലിയ വികസന പദ്ധതികളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പുതിയ IT പാർക്കുകൾ വരികയാണ്. നമ്മുടെ സംസ്ഥാനത്ത് വികസന രംഗത്ത് മാത്രമല്ല നാം കാണേണ്ടത് വലിയ തോതിലുള്ള ഇടപെടലാണ് ക്ഷേമരംഗത്ത് നാം നടപ്പാക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവും, നമ്മുടെ നാട്ടിലുള്ള സഹോദരിമാരിൽ നല്ലൊരു ഭാഗം സാധാരണഗതിയിൽ വരുമാനമൊന്നുമില്ലാത്തവരാണ്. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ അവരുടെ കാര്യം പരിഗണിക്കേണ്ടതാണ് എന്ന അഭിപ്രായം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള സഹോദരിമാരുടെ അവരെ ഒരു തരത്തിലുള്ള ക്ഷേമ പെൻഷനും ലഭിക്കാത്തവരാണെങ്കിൽ പ്രതിമാസം 1000 രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകുന്നതിനാണ് ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത്. ഇതില് 31 ലക്ഷത്തിലധികം സ്ത്രീകളാണ് ഇതിന്റെ ഗുണഭോക്താക്കളായിട്ട് വരിക. ഒരു വർഷം ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന തുക 3800 കോടി രൂപയാണ് എന്നത് കാണണം. അപ്പൊ ചിലർ പറയാണ്, ഓ ഇത് നിങ്ങൾ നടപ്പാക്കുന്നില്ല, ഞങ്ങൾ നടപ്പാക്കുന്നത്. ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല കേട്ടോ. ഇത് മുഴുവൻ സംസ്ഥാന പദ്ധതിയാണ്, വേറെ ആരുടേതുമല്ല. നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി നടപ്പാക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, നമ്മുടെ യുവാക്കള്, വിദ്യാർത്ഥികള് ITI കഴിഞ്ഞു, പോളിടെക്നിക് കഴിഞ്ഞു, ബിരുദം കഴിഞ്ഞു, സ്കിൽ കോഴ്സിന് ചേരാൻ പോകുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ആ കോഴ്സിന് ചേരുമ്പോൾ അവർക്കൊരു നിശ്ചിത വരുമാനം ഉറപ്പുവരുത്താനായി 1000 രൂപ മാസം പ്രതി നൽകുകയാണ്. 5 ലക്ഷം യുവതി യുവാക്കൾ ഇതിന്റെ ഗുണഭോക്താക്കളാകും. ഒരു വർഷം 600 കോടി രൂപയാണ് ഇതിനു വേണ്ടി വരിക. കേരളത്തിലെ കുടുംബശ്രീയെ കുറിച്ച് നിങ്ങൾക്കറിയാം. വാർഡുകൾ തോറും പ്രവർത്തിക്കുന്ന ADSകളുണ്ട്, ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി. ആ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് ഓരോ മാസവും 1000 രൂപ വീതം നൽകുകയാണ്. 20,000-ഓളം ADSകളുണ്ട്. പ്രതിവർഷം 23 കോടിയിലധികം രൂപ ഇതിനു വേണ്ടി ചെലവഴിക്കാൻ തയ്യാറാവുകയാണ്. നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 രൂപയിൽ നിന്ന് 2000 രൂപ, 400 രൂപയുടെ വർധനവ് വരുത്തിയിരിക്കുകയാണ്. ഇതിന് പ്രതിവർഷം 13,000 കോടി രൂപ വേണ്ടി വരും. 60 ലക്ഷത്തിൽ പരം ഗുണഭോക്താക്കളാണ് അതിന്റെ ഭാഗമായിട്ടുള്ളത്. സർക്കസ് കലാകാരന്മാർ, അവശ കലാകാരന്മാർ, അങ്ങനെയുള്ള ആളുകൾക്ക് ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി മാറ്റുകയാണ്. സർക്കാർ ജീവനക്കാര്
അധ്യാപകര്, പെൻഷൻകാര്, അവരുടെ എല്ലാം DAയും DRഉം അത് നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന ശമ്പളത്തോടും പെൻഷനോടുമൊപ്പം വർദ്ധിപ്പിച്ച് നൽകാൻ തീരുമാനിച്ചു. സർക്കാർ ജീവനക്കാര് 5,45,000 ഉണ്ട്. ഏകദേശം അത്രത്തോളം തന്നെ പെൻഷൻകാരുള്ളൊരു നാടാണ് നമ്മുടെ നാട്. 2,300 കോടി രൂപ അതിന് വേണ്ടിവരും എന്നാണ് കണക്കാക്കുന്നത്. നമ്മുടെ അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, അവരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ കൂട്ടുകയാണ്. ഇപ്പം നിലവിലുള്ളതിൽ 1000 രൂപ വർദ്ധിപ്പിച്ചു കൊടുക്കും. അതിന്റെ ഭാഗമായി 66,240 അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരുമുണ്ട്. പ്രതിവർഷം 934 കോടി രൂപയാണ് അതിനു വേണ്ടി വരിക. ഇങ്ങനെ എല്ലാ കാര്യവും ഞാൻ പറയുന്നില്ല. ക്ഷേമ പെൻഷൻ, ക്ഷേമ നടപടികൾ വലിയ തോതിൽ തുടരുകയാണ്. ആശാ വർക്കർമാർക്കും 1000 രൂപയുടെ വർധനവ് ഈ ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ പ്രവാസി ലോകവുമായി ബന്ധപ്പെട്ട് നമുക്ക് എപ്പോഴും അഭിമാനിക്കാൻ വകയുള്ള ഒന്നാണ് ലോക കേരള സഭ. ലോക കേരള സഭയുടെ 4 സഭകളാണ് ഇപ്പോൾ നടന്നു കഴിഞ്ഞത്. ആദ്യ സഭയിൽ 35 രാജ്യങ്ങളായിരുന്നുവെങ്കിൽ 4ാമത്തെ സഭയായപ്പോൾ 103 രാജ്യങ്ങളായി. അടുത്ത സഭ ഏതാനും നാൾ കഴിഞ്ഞാൽ നടക്കാനിരിക്കുകയാണ്. ഇതോടൊപ്പം നോർക്ക കെയർ സമഗ്രമായ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നടപ്പാക്കിയിട്ടുള്ളത്. സമഗ്രമായ പുനരധിവാസ പദ്ധതിയാണ് പ്രവാസി മിഷനിലൂടെ നടപ്പാക്കുന്നത്. നോർക്ക കെയർ എന്നത് പ്രവാസികൾക്ക് മാത്രമുള്ള സമഗ്രമായ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ്. ഇതിലേറ്റവും പ്രധാനം നോർക്ക ID കാർഡാണ്. ആ ID കാർഡുള്ള ലോകത്തെവിടെയുമുള്ള പ്രവാസിക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ആണ്. 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയുമുണ്ട്. പ്രധാന ആകർഷണം നിലവിലുള്ള രോഗങ്ങൾക്കും കാത്തിരിപ്പ് കാലം ഒഴിവാക്കിക്കൊണ്ടുള്ള ചികിത്സക്ക് പരിരക്ഷ ലഭിക്കുമെന്നതാണ്. അതേപോലെ തന്നെ പ്രവാസി മിഷൻ തിരിച്ചെത്തുന്ന പ്രവാസികളുടെ സാമ്പത്തിക പുനഃസംയോജനം സാധ്യമാക്കുന്ന കാര്യമാണ്. ഇതിലെല്ലാം വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചില പ്രവാസി സഹോദരങ്ങൾ സംരംഭകത്വത്തിന്റെ കാര്യത്തിൽ സഹായം ചോദിക്കുന്നുണ്ട്. എല്ലാ വകുപ്പുകളും ഏകോപിതമായി തന്നെ ഇതിനകത്ത് സഹായവുമായി ഉണ്ടാകും. അതിന് പ്രത്യേക സംവിധാനവും ഒരുക്കുന്നതാണ്. നമ്മുടെ പ്രവാസി ഡിവിഡൻഡ് പദ്ധതി നല്ല രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള ഒരു പദ്ധതിയായി മാറുകയാണ്. 330 കോടി രൂപയാണ് സമാഹരിക്കാൻ കഴിഞ്ഞത്. NRI കമ്മീഷനും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. സാന്ത്വന പദ്ധതിയുടെ ഭാഗമായി 2016 മുതൽ 212 കോടി രൂപയുടെ ധനസഹായം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ND പ്രേം തൊഴിൽ സംരംഭങ്ങൾക്ക് നൽകുന്ന സഹായമാണ് തിരികെ എത്തിയവർക്ക്. അതിൽ സബ്സിഡിയായി 106 കോടിയിൽ പരം രൂപ ഇതിനകം നൽകാനായിട്ടുണ്ട്. പ്രവാസി ഭദ്രത, കോവിഡ് കാലത്ത് തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തിയവര് അവർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ ആവശ്യമായ പലിശ മൂലധന സബ്സിഡി ആ ഇനത്തിൽ 119 കോടിയോളം രൂപ നൽകിയിട്ടുണ്ട്. ഇവിടെ പ്രവാസി ID കാർഡ് അത് 7,53,310 കാർഡാണ് ഇപ്പൊ നൽകിയത്. പോരാ, ഇനിയും ആളുകൾ അതിന് മുന്നോട്ട് വരണം. എല്ലാ സംഘടനകളും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നല്ല നിലക്ക് സംഘടിപ്പിക്കാൻ നോക്കണം. ഈ കാര്യത്തിൽ 76 പേർക്ക് 1,99,88,000 രൂപയുടെ ക്ലെയിം അനുവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസി നല്ല പ്രതികരണമാണ് പൊതുവിലുള്ളത്. 47,749 പ്രവാസികളാണ് ഇൻഷുറൻസ് പോളിസി ലഭ്യമായിട്ടുള്ളത്. അതിൽ 16 പേർക്ക് 17 ലക്ഷം രൂപ ഇൻഷുറൻസ് തുക
നൽകാനായിട്ടുണ്ട്. നോർക്ക ഡയറക്ടേഴ്സ് സ്കോളർഷിപ്പ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രവാസികളുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന സഹായമാണ്. 1657 വിദ്യാർത്ഥികൾക്ക് 2,91,10,10,000 രൂപയുടെ സ്കോളർഷിപ്പാണ് ഇവിടെ അനുവദിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ വിവിധ രീതിയിലുള്ള പരിപാടികൾ നല്ല നിലക്ക് നമുക്ക് സംഘടിപ്പിക്കാനാകുന്നുണ്ട്. നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഈ കാര്യങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ട്. നാം നവകേരളമാണ് ഉദ്ദേശിക്കുന്നത്. നവകേരളം എന്നത് ഒരു സങ്കല്പമല്ല, യാഥാർത്ഥ്യമാക്കാനാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് നവകേരളം? നമ്മുടെ ലോകത്ത് വികസിത രാഷ്ട്രങ്ങളുണ്ട്. ആ വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവരുമാന രാജ്യങ്ങളിലെ ജീവിത നിലവാര തോതിലേക്ക് നമ്മുടെ നാടിന്റെ ജീവിത നിലവാര തോത് ഉയർത്തുക എന്നുള്ളതാണ്. നമ്മുടെ മുന്നിൽ അസാധ്യം എന്നൊന്നില്ല. അസാധ്യം എന്ന് കരുതുന്ന ഏതും സാധ്യമാക്കാനാണ് നാം ശ്രമിച്ചിട്ടുള്ളത്. അതിന് നാടിന്റെയും ജനങ്ങളുടെയും ഒരുമയും ഐക്യവുമാണ് ആവശ്യം. ഇതേവരെ അത് നല്ല നിലക്കുണ്ടായിട്ടുണ്ട്. ഇനിയും നിങ്ങളിൽ നിന്നെല്ലാം അതുണ്ടാകണമേ എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഈ സമ്മേളനത്തിന് ശേഷം ഈ വേദിയിൽ കലാ കുവൈറ്റിന്റെ സാംസ്കാരിക പരിപാടിയായ മേഘമൽഹാർ 25 അരങ്ങേറുന്നുണ്ട്. ആ പരിപാടിയുടെ കൂടി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദനങ്ങൾ. ആദരണീയനായ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് കുവൈറ്റ് പൗരാവലിയുടെ സ്നേഹാദരങ്ങൾ നൽകുന്നതിനായി ഓർഗനൈസിംഗ് കമ്മിറ്റി വർക്കിംഗ് ചെയർമാനും കലാ കുവൈറ്റിന്റെ പ്രസിഡന്റുമായ ശ്രീ മാത്യു ജോസഫിനോട് അപേക്ഷിക്കുന്നു.